മറുനാടൻ മലയാളി വാർത്താ ചാനൽ വണ്ടൻമേട് കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷന്റെ പേരിൽ നൽകിയ വാർത്തയിൽ ജോയിസ് ജോർജിനെ കുറിച്ചുള്ള പരാമർശം വസ്തുതാവിരുദ്ധമാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വ്യാഴാഴ്ച പ്രസിദ്ധീകരിച്ച വാർത്തയിൽ തങ്ങൾ പറയാത്ത കാര്യങ്ങളാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതെന്നും നേതൃത്വം വ്യക്തമാക്കി. ജോയിസ് ജോർജ് വ്യാജരേഖ ചമച്ച് സുപ്രീം കോടതിയിൽ ഹാജരായി എന്ന് തങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്രകാരം ഒരു സംഭവം നടന്നിട്ടുമില്ല. വൺ എർത്ത് വൺ ലൈഫ് എന്ന സംഘടന വ്യാജരേഖ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയെന്നാണ് വ്യക്തമായി പറഞ്ഞത്. കേസിന്റെ പേരിൽ ജോയിസ് ജോർജ് ലക്ഷക്കണക്കിന് രൂപ നേരിട്ട് പിരിച്ചുവെന്നുള്ള പരാമർശം തങ്ങൾ നടത്തിയിട്ടില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഞാൻ പറയാത്ത കാര്യങ്ങളാണ് അവിടെ വാർത്താ അവതാരകൻ അത് തെറ്റിദ്ധരിച്ചാണോ എന്താണെന്ന് അറിയില്ല ആ വാർത്തയിൽ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞത്. ശ്രീ ജോയിസ് ജോർജ് വ്യാജരേഖ ചമച്ച് സുപ്രീം കോടതിയിൽ ഹാജരാക്കി എന്നൊരു പരാമർശം വാർത്താ അവതാരകൻ അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പരാമർശം ഞാൻ അവിടെ ഇൻ്റർവ്യൂ സമയത്ത് ഞാനത് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ വണ്ടൻമേട് കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷനും അപ്രകാരം ഒരു നിലപാടില്ല. വൺ എർത്ത് വൺ ലൈഫ് എന്ന് പറയുന്ന സംഘടനയാണ് സുപ്രീം കോടതിയിൽ നിയമിച്ച എംപവർ കമ്മിറ്റിയിൽ വ്യാജരേഖ ഹാജരാക്കിയിട്ടുള്ളത്. ജോയിസ് ജോർജ് വ്യാജരേഖ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു എന്ന് പറഞ്ഞ് ആ വാർത്തയിൽ വന്നിട്ടുള്ള പരാമർശങ്ങൾ പരിപൂർണമായിട്ടും തെറ്റാണ്. അതുകൂടാതെ ശ്രീ ജോയിസ് ജോർജ് കേസിൻ്റെ പേരിൽ കർഷകരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ പണം പിരിച്ചെടുത്തു എന്നൊരു പരാമർശവും ആ വാർത്തയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു നിലപാടോ അങ്ങനെ ഒരു പരാതിയോ എനിക്ക് വ്യക്തിപരമായിട്ടോ വണ്ടൻമേട് കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷനോ ഇല്ല. കർഷക സംഘടനകളാണ് കേസിന്റെ ആവശ്യത്തിന് ഫീസ് കൊടുക്കുവാൻ പണം പിരിച്ചതെന്നാണ് തങ്ങൾ പറഞ്ഞത്. സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ കോടതിയിൽ നടത്തിയ പരാമർശം ദോഷകരമാകുമെന്ന് മനസ്സിലാക്കിയാണ് കേസ് സംബന്ധമായ പരാമർശം നടത്തിയത്. എന്നാൽ ജോയിസ് ജോർജ് ഇതിനെപ്പറ്റി പറഞ്ഞതായി തങ്ങൾ പറഞ്ഞിട്ടില്ല. അസോസിയേഷന്റെ പേരിൽ തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും വണ്ടൻമേട് കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൃഷിക്കാർക്ക് അനുകൂലമായിട്ടൊരു വിധി സമ്പാദിക്കുകയും അതുപോലെ തന്നെ ട്രെയറുകൾ വൈദ്യുതീകരിക്കണമെന്നുള്ള ആ ഓർഡർ റദ്ദാക്കിക്കൊണ്ട് സാധാരണയുള്ള വിറകടുപ്പുകൾ വെക്കുന്നതിന് ഉള്ള ഓർഡർ മേടിക്കുകയും അതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് വേണമെന്നുള്ള ആ നിബന്ധന ഒഴിവാക്കി കിട്ടുകയും എല്ലാം ഈ ജോയിസ് ജോർജിൻ്റെ നിയമപരമായ പോരാട്ടത്തിലൂടെയാണ് സാധിച്ചതെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ വ്യാജ വാർത്തയുടെ പേരിൽ അദ്ദേഹത്തുണ്ടായിരിക്കുന്ന മനോവിഷമം ഞങ്ങൾ അംഗീകരിക്കുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ ഖേദപ്രകടനങ്ങളും അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തിരിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ വണ്ടൻമേട് കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആന്റണി മാത്യു, സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻ വർഗീസ്, PC മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു.